അപ്പൊ അത് നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ്. നിങ്ങളുടെ പ്രതിനിധികളിൽ 10-15 ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം പറയുന്നത് ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂറുമായിട്ട് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞാൻ ഇവിടുന്ന് പോവുകയല്ല, ഇനിയും ഇങ്ങോട്ട് തന്നെ വരും. ഈ നാളെ കാലത്ത് എത്ര 6:30-ക്കല്ലേ? 5:45 വീണ്ടും നമ്മൾ ഇത് തുടങ്ങും, അന്വേഷണം തുടങ്ങും. അതിനുശേഷവും ഞാൻ ഇവിടെ തന്നെ വരും. എനിക്കൊരു പ്രത്യേക ചുമതല നൽകിയ ജില്ലയുടെ ചുമതല മന്ത്രിസഭയിൽ നിന്ന് തന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാനിവിടെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്ത് ഞങ്ങളെല്ലാം പോയിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ MLA ഇന്ന് ഇവിടെ ഇല്ല എങ്കിൽ പോലും അവരും ഇവിടെ പൂർണ്ണമായിട്ടും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയും തുടർന്നുള്ള കാര്യങ്ങളിൽ നമുക്കെല്ലാം ഒരുമിച്ച് ജനങ്ങളെന്നോ സർക്കാരെന്നോ വ്യത്യാസമില്ലാതെ സർക്കാർ എന്ന നിലയിലും ജനങ്ങളെന്ന നിലയിലും ജനങ്ങളും സർക്കാർ ഒരുമിച്ചും നമുക്ക് കാര്യങ്ങൾ പരിഹരിക്കാമെന്നാണ് പറയാറ്. സാറ് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ കൂടെ ബന്ധപ്പെടുത്തി ഇനി പരിഹാരം കണ്ടെത്താൻ ചെയ്യാമെന്ന് സാറ് പറഞ്ഞു. അപ്പൊ ഇതിപ്പോ ഫസ്റ്റ് തവണയല്ല ഈ മൊഴി റെഡിയാക്കിയത്, രണ്ടാമത്തെ തവണ. ഫസ്റ്റ് തവണ ചെയ്തത് ആരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് ചെയ്തത് നമുക്കറിയാം. രണ്ടാമതൊരു തീരുമാനം ഉണ്ടാക്കി. അന്നേരം മത്സ്യത്തൊഴിലാളികളെ പങ്കെടുപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ മത്സ്യത്തൊഴിലാളികളെ വിളിച്ച് ഇവിടെ എങ്ങനെ ഏത് രീതിക്ക് ചെയ്യണമെന്ന് തിരക്കാത്ത കാര്യമാണ്. 147 കോടി അനുവദിച്ചെന്ന് അതിൽ ഇതുവരെ ഇപ്പോ ഈ മരണത്തിന് ശേഷമാണ് ഇപ്പൊ ഈ പൊഴിയുടെ ആരംഭിച്ചിട്ട് ഇനി പണി ആരംഭിച്ചത്. ഇപ്പൊ വീണ്ടും ആരംഭിച്ചത് ഈ മരണത്തിന് ശേഷമാണ്. അതിനു മുമ്പ് 2 മാസം 3 മാസം അത് വെറുതെ കിടക്കുകയാണ്. അപ്പൊ വെറുതെ കിടന്നപ്പോൾ മൊത്തം അത് പണി ചെയ്ത് തീർത്തോ എന്നാണ് നമ്മുടെ ചോദ്യം. പണി ചെയ്ത് തീർത്തായിരുന്നു. ഈ 147 കോടിയുടെതും പണി ചെയ്തു. ഇപ്പൊ നമ്മള് അധികാരത്തിൽ വന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് പുതിയ മന്ത്രിസഭ അംഗങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഉറപ്പ് തരികയാണ് കേട്ടോ. തീർന്നല്ലേ ഉണ്ടാക്കിയല്ലേ?